എനിക്ക് ഇവിടെ തന്നെ കഴിയാനാണ് വളരെ ആഗ്രഹം. സമാധാനമുണ്ട്. എൻ്റെ കുട്ടനെ ഓർത്ത് മാത്രം. എപ്പോഴും എൻ്റെ പിന്നാലെ. എനിക്കെന്താണ് ഇഷ്ടം, ഇഷ്ടമല്ലാത്തത് അവന് നന്നായിട്ട് അറിയാം. കരയല്ലേ ചേച്ചി, പ്ലീസ്. സോറി. അവരെയൊക്കെ എന്തിനാണെന്ന് തല്ലിയത്? ചേച്ചിയുടെ നേരെ ഒരാളെ കൈപൊക്കിയപ്പോൾ കണ്ടോണ്ട് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. ദേഷ്യം. ആ ദേഷ്യം അങ്ങനെ തന്നെയുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിലും നല്ലൊരുവനെ പോലെയും. ഈ കാണുന്ന സ്നേഹം പഴയ ശരവണൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടേയില്ല. ആരെയും ബഹുമാനിക്കില്ല, എല്ലാവരോടും എടുത്തെറിഞ്ഞ് സംസാരിക്കും. എന്നാലിപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ആളാകെ മാറിപ്പോയി. നീ ഗോവയിലായിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ആരും അറിയാത്തൊരു സ്ഥലത്ത് അനാഥനായിട്ട് ജീവിച്ച ഒരുത്തിന് കഷ്ടപ്പാടും സന്തോഷം തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പെട്ടെന്ന് രാത്രി വിശക്കും, കയ്യിൽ കാശുണ്ടാവില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും നാശിക്കും. നമ്മൾ കഴിച്ചോ ഇല്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമില്ലേ? അത് വളരെ വലുതാ ചേച്ചി. വിശപ്പ് എങ്ങനെയെങ്കിലും സഹിക്കാം, ഒറ്റപ്പെടലിന്റെ വേദന സഹിക്കാൻ പറ്റില്ല. പണം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സാധിക്കാമെന്ന് കരുതി പണം ഉണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും പറ്റിച്ച് ജീവിക്കാമെന്ന് ഓർത്ത്. അപ്പൊ ശരി തെറ്റുകളെ കുറിച്ച് ആലോചിച്ചില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോ ഞാൻ ഒഴിച്ച് നിങ്ങൾ എല്ലാവരും നല്ലവരാ ചേച്ചി. എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ വെറുപ്പ് തോന്നുക. അങ്ങനെ പറയില്ല. സാഹചര്യമാണ് എല്ലാത്തിനും കാരണം. സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും മാറ്റിയെടുക്കാൻ ശരവണ. നിന്നെയും മാറ്റിയിരിക്കുന്നു, ഞാനും മാറിയിരിക്കുന്നു. മുരുകൻ്റെ ക്ഷേത്രത്തിൽ നിന്നാ. ആ കൈ കാണിച്ചേ. 15 വർഷമായിട്ട് ഈ ചരട് സൂക്ഷിച്ചു വെച്ചു ഞാൻ. ഇപ്പോഴാ കേട്ടാ സാധിച്ചത്, നീ വന്നതുകൊണ്ട്. ഉറങ്ങിക്കോ. ശരി ചേച്ചി.